ഗായ്സ്, ശ്രുതിയുടെ കല്യാണം കഴിഞ്ഞ് നമുക്കിനി റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ സമയമില്ലടാ. നമുക്കിനി അമലയുടെ കല്യാണം കൂടാൻ പോവാം. അപ്പോൾ ഈസ്റ്റർ ദിവസം രാവിലെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇവക്ക് ഷൈസി കയറിയേ പറ്റൂന്ന്. അവിടെ ചെന്നപ്പോൾ ഷൈസ് എന്നല്ല, കോളേജ് ജംഗ്ഷനിൽ ഒരൊറ്റ കട പോലും തുറന്നിട്ടില്ല. പിന്നെ പറയാം, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയത് ഇവിടെ നിന്നല്ലേ, അപ്പം നമ്മൾ ഇതിലേക്കൂടെ പോകണമെന്ന്. എന്തോ ഭാഗ്യത്തിന് ഇന്ത്യൻ റെയിൽവേയുടെ കൃത്യനിഷ്ഠക്കുറവ് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് ആ ട്രെയിൻ കിട്ടി. അല്ലായിരുന്നെങ്കിൽ അമല ഇന്ന് വെട്ടിയേനെ. പിന്നെ ഈ കിളി പോയതിനെ വിളിച്ചുകൊണ്ട് നേരെ നമ്മൾ ഓടുകയാണേ റെയിൽവേ സ്റ്റേഷനിലേക്കാട്ടോ. അങ്ങനെ 9:45 ട്രെയിൻ ഒരു 10:10 ആയപ്പോഴത്തേക്ക് എത്തി. പിന്നെ ഈസ്റ്റർ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ പ്രിവിലേജ് നോക്കണേ, കല്യാണത്തലേന്ന് നമ്മളെ വിളിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നത് നമ്മുടെ ബ്രൈഡായിരുന്നു. പിന്നെ കല്യാണത്തലേന്ന് ഈ ബ്രൈഡ് ടു ബീഡ് ഔട്ട്ഫിറ്റ് ഇടൽ എന്തോ പുതിയ ചടങ്ങായിട്ട് എൻ്റെ മക്കൾ രണ്ടെണ്ണവും ഏറ്റെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മളെ മെഹന്തിയൊക്കെ കാണിച്ചിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണേ. വീട്ടിൽ ചെന്നിട്ട് എന്താ സ്ഥിരം പണി, നെയിൽ പോളിഷ് ഇടൽ തന്നെ. നെയിൽ പോളിഷ് ഇടുക, മായ്ക്കുക, ഇത് തന്നെയായിരുന്നു കല്യാണത്തലേന്ന് രാത്രി ഒരു 12 മണി വരെ ഞങ്ങളുടെ പണി. അങ്ങനെ അവിടെ ഇരുന്ന് എന്തോ ആവശ്യത്തിന് നമ്മുടെ യൂട്യൂബർ അമലയുടെ ഫോണിലേക്കൊന്ന് വിളിച്ചു. അപ്പോഴാണ് അവൾ ആ നഗ്ന സത്യം പറയുന്നത്. അവളുടെ ഫുൾ നെയിമാണ് അമല അടിച്ചിട്ടേക്കുന്നത്. അതിൻ്റെ പേരിൽ അവിടെ ഒരു യുദ്ധം തന്നെ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമല മേക്കപ്പിനും പോയി, നമ്മൾ ഫുഡ് അടിക്കാനും പോയി. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.